ആം ആർ ഇസ് എന്നതിൻ്റെ ഉപയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. ഇനി അത് നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ്. അവൻ എൻ്റെ സുഹൃത്തല്ല തുടങ്ങിയ വാക്കുകൾ. അപ്പോൾ നമ്മൾ ആം ആർ ഇസ് എന്നതിനോട് കൂടെ നോട്ട് ചേർത്താൽ മതി. ഐ ആം നോട്ട്. ആർ നോട്ട് എന്നതിനെ ഷോർട്ടാക്കി നമുക്ക് ആറൻറ്റും എന്ന് പറയാം. ഇസ് നോട്ടിനെ ഷോർട്ടാക്കിക്കൊണ്ട് ഇസൻറ്റും എന്നും പറയാവുന്നതാണ്. ഓക്കെ, അത് ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഐ ആമിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഐ ആം നോട്ട് ഫൂൾ. ഞാൻ വിഡ്ഢിയല്ല. ഐ ആം നോട്ട് ഇൻ അമേരിക്ക. ഞാൻ അമേരിക്കയിൽ അല്ല. ഐ ആം നോട്ട് വിത്ത് ഹിം. ഞാൻ അവൻ്റെ കൂടെയല്ല. ഐ ആം നോട്ട് ഇൻസൈഡ് ദ ഹൗസ്. ഞാൻ വീട്ടിൻ്റെ ഉള്ളിലല്ല. ഐ ആം നോട്ട് ഹിസ് മദർ. ഞാൻ അവൻ്റെ ഉമ്മയല്ല. ഐ ആം നോട്ട് അഫ്സൽസ് അസിസ്റ്റൻറ്റ്. ഞാൻ അഫ്സലിൻ്റെ അസിസ്റ്റൻ്റ് അല്ല. ഓക്കെ, ഇനി അടുത്തത് ആറൻറ്റ് വെച്ചുള്ള ഉദാഹരണമാണ്. യു ആറൻറ്റ് മൈ ഫ്രണ്ട്. നീ എൻ്റെ സുഹൃത്തല്ല. ദേ ആറൻറ്റ് ഗുഡ് സ്റ്റുഡൻസ്. അവർ നല്ല വിദ്യാർത്ഥികളല്ല. വി ആർ സച്ച് സ്റ്റുഡൻറ്റ്. നമ്മൾ അത്തരം വിദ്യാർത്ഥികളല്ല. യു ആർ നോട്ട് അഫ്സൽസ് ഫ്രണ്ട്. നീ അഫ്സലിൻ്റെ സുഹൃത്തല്ല. വി ആറൻറ്റ് ഗുഡ് ടീച്ചേഴ്സ്. നമ്മൾ നല്ല ടീച്ചേഴ്സ് അല്ല, അധ്യാപകരല്ല. ഈസൻറ്റ് വെച്ച് വരുമ്പോൾ ഗാന്ധി ഈസ് നോട്ട് അവർ എനിമി. ഗാന്ധിജി നമ്മുടെ ശത്രുവല്ല. ഗാന്ധി ഈസ് നോട്ട് അനുസ് ഫ്രണ്ട്. ഗാന്ധിജി അനുവിൻ്റെ ഫ്രണ്ടല്ല. ഫാത്തിമ ഈസൻ്റെ ഡോക്ടർ. ഫാത്തിമ ഡോക്ടറല്ല. ബുക്ക് ഈസൻ്റെ കളർ. ബുക്ക് ചുവന്ന കളറല്ല. അടുത്ത ഉദാഹരണങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഇനി അടുത്ത സെൻറ്റൻസാണ്. അതായത് എസ് ആറിൻ്റെ ക്വസ്റ്റൻ ആണോ ചോദിക്കണമെങ്കിൽ നമുക്ക് അയാം എന്നതിനെ തിരിച്ചിട്ടാൽ മതി. ആമൈ. യു ആർ എന്ന് തിരിച്ചിടുക. ആർ യു. ഇഷി എന്ന് തിരിച്ചിടുക. ഓക്കെ, തിരിച്ചിട്ടാൽ മതി. സിമ്പിളാണ്. ഉദാഹരണങ്ങളിലേക്ക് പോകാം. ആമൈ എ ഗുഡ് മാൻ. നല്ലൊരു മനുഷ്യനാണോ? ആമൈ യുവർ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്താണോ? ആമൈ അരുൺസ് ഫ്രണ്ട്. ഞാൻ അരുണിൻ്റെ സുഹൃത്താണോ? ആമൈ യുവർ നെയ്ബർ. ഞാൻ എൻ്റെ അയൽവാസിയാണോ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം നോക്കുമ്പോൾ ആർ യു വെച്ചുകൊണ്ട് പറയുകയാണ് നമ്മൾ. ആമൈ കഴിഞ്ഞു, ഇനി ആർ യു ആണ്. ആർ യു സ്കൂൾ ലീഡർ. നീ സ്കൂൾ ലീഡറാണോ? ആർ യു ഹെർ ഫാദർ. നീ അവരുടെ പിതാവാണോ? ആർ ദേ ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സാണോ? ആർ വി മലയാളീസ്. നമ്മൾ മലയാളീസ് ആണോ? ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇസ് ഹി വെച്ചിട്ട് നമുക്ക് പറയാം. ഇസ് ഹി അഫ്സൽ. അവൻ അഫ്സലാണോ? ഇസ് ഹി ഫാരിസ്. അവൻ ഫാരിസ് ആണോ? ഇസ് ഫാത്തിമ യുവർ ഫ്രണ്ട്. ഫാത്തിമ നിൻ്റെ ഫ്രണ്ടാണോ? ഇസ് ഇസ്ലാം ഇസ് യുവർ റിലീജൻ. ഇസ്ലാം നിൻ്റെ എന്താണ് മതമാണോ? നമ്മൾ ഈ മൂന്നാമത്തെ പറഞ്ഞ ഹിസ് ഈ ആമൈ ആർ യു എന്നതിലേക്ക് ക്വസ്റ്റ്യൻ ചേർത്ത് പറഞ്ഞ് നമുക്ക് സുഖമായിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കാം. ഹു ഈസ് ഹി. അവൻ ആരാണ്? ഹു ആമൈ. ഞാൻ ആരാണ്? ഹു ആർ യു. നീ ആരാണ്? വേർ ഈസ് ഹി. അവൻ എവിടെയാണ്? ഹൗ ആർ യു. നീ എങ്ങനെയാണ്? അതായത് എന്താണ് വിശേഷങ്ങൾ? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം. അസ്സലാം.